നമസ്കാരം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ കരച്ചിൽ ഇന്ന് അടുത്ത ദിവസമൊന്നും കാര്യമായിട്ട് കേൾക്കുന്നില്ല. എന്ത് പറ്റി? വലിയൊരു കരച്ചിൽ പത്തനംതിട്ട റാന്നിയിൽ നടന്നിരുന്നല്ലോ. ആ കരച്ചിൽ അങ്ങനെ കാര്യമായിട്ട് കേൾക്കുന്നില്ലല്ലോ. മുഖ്യധാര മാധ്യമങ്ങളെ പറ്റി മാപ്രകളെന്ന് പൊതുവെ ഇരട്ടപ്പേരിൽ വിളിക്കാറുണ്ട്. പക്ഷേ കുറേ കാലം മുമ്പ് പക്ക മാമാപ്പണിയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇവിടുത്തെ ഒരു യുവ MLA രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്ന പീഡന പരാതികളിന്മേൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളെല്ലാം 24 മണിക്കൂറും ഒരു കരച്ചിലും പിഴിച്ചിലും അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസ് വളരെ പൊക്കി പിടിച്ച് അതിഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു മുട്ട അരുൺകുമാർ നേതൃത്വം നൽകുന്ന മരംകൊത്തി ചാനലായ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും 24 മണിക്കൂറും ആ രാഹുൽ മാക്കൂട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാക്കൂട്ടത്തിനെ താറടിച്ച് ഇല്ലാതാക്കി ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞുകൊണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഒട്ടുമിക്ക മുഖ്യധാര മാധ്യമങ്ങളും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് അതിനേക്കാളും വലിയൊരു കരച്ചിൽ വന്നിരുന്നു. കരച്ചിൽ കാര്യമായിട്ട് എവിടെയും കേട്ടില്ലല്ലോ. എന്ത് പറ്റിയ മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും തരംതിരിവ് നിങ്ങൾക്ക് കൊള്ളാവോ? അതായത് പത്തനംതിട്ടയിൽ CPMൻ്റെ ഒരു ശക്തനായ നേതാവ്, CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അലൻ മാത്യു, അയാൾ പത്തനംതിട്ട റാന്നിയിലെ DYFIയുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം, CPMൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, അത്യാവശ്യം പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ ഇതുപോലെ തന്നെ, അതായത് ഭർത്താവുമായിട്ട് തെന്നിപ്പിരിഞ്ഞ് നിന്നിരുന്ന ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി കുറേ നാൾ കൊണ്ടിട്ട് പീഡിപ്പിച്ചു. അവസാനം വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനമൊക്കെ എത്തിയതിന് ശേഷം അവർക്ക് ഗർഭമുണ്ടാവുകയും ആ ഗർഭം അലസപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ത്രീ തന്നെ ഇവിടുത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നേരിട്ട് അവർ പരാതി നൽകുകയും പത്തനംതിട്ട ജില്ലാ കളക്ടർ അത് പത്തനംതിട്ട SPക്ക് അത് ഫോർവേഡ് ചെയ്യുകയും പത്തനംതിട്ട SP അത് അവിടുത്തെ DYSPക്ക് അന്വേഷിക്കാനായിട്ടുള്ള ചുമതല നൽകുകയും ചെയ്ത സംഭവം. ഇത് ഒരു 1.5 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഇതാരും പുറലോകം അറിയിച്ചില്ല. പാർട്ടി അത് മുക്കി. നമുക്കറിയാം, പിണറായിസ്റ്റുള്ള കൂട്ടത്തിൽപ്പെട്ടവരാരെങ്കിലും ആണ് പീഡന വീരന്മാരെങ്കിൽ പിണറായി അത്തരം കാര്യങ്ങൾ അറിയുപോലുമില്ല. പിണറായിക്കെതിരെ നിൽക്കുന്നവരാണെങ്കിൽ അത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ കാനഡയിൽ നിന്നാണെങ്കിൽ ഒരു ഇമെയിൽ പരാതിയെങ്കിലും കിട്ടിയാൽ മതി. ഏറ്റവും കുറഞ്ഞ IG റാങ്കിലെങ്കിലുള്ള IPS ഉദ്യോഗസ്ഥരെ അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് നിയമിച്ചുകൊണ്ട് അത് പാതിരാത്രിയിലാണെങ്കിൽ പോലും കൂടെ അവരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനായിട്ട് പിണറായിസ്റ്റുകൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. ആ കാര്യത്തിൽ സ്ത്രീ സംരക്ഷകരുടെ കുപ്പായം എടുത്തണിയാൻ പിണറായിസ്റ്റുകളെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരുള്ളൂ താനും. എന്നാൽ പിണറായിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇത്രയും വലിയ ക്രൂരത നടത്തുന്നതെങ്കിൽ അതെല്ലാ രീതിയിലും മുക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചോദിക്കാനുള്ള ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോടാണ്. നിങ്ങൾ ഈ കരച്ചിലൊന്നും കേട്ടില്ലേ? ഈ കരച്ചിൽ ഏതായാലും ചുരുക്കം ചില ചാനലുകളെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും ആ കരച്ചിലുകൾ ഇപ്പോൾ കുറച്ചെങ്കിലും പേര് അറിയുന്നുണ്ട്. അതായത് ഇത്രയും CPMൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ട് ഇപ്പോൾ കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം കേസ് വന്നിട്ട് ഇത് ഒതുക്കി വെച്ചു. ഗത്യന്തരമില്ലാതെ ഈ സ്ത്രീ അവസാനം ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുരുതരമായിട്ട് അവർക്ക് പരിക്കേറ്റ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കോന്നി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മെഡിക്കൽ കോളേജിലെ ഇൻറ്റിമേഷൻ അനുസരിച്ച് പിന്നെ പോലീസ് രണ്ടാമത് ഈ കേസ് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നതോടുകൂടി ഈ CPMൽ നിന്ന് ഈ നേതാവിനെ പയ്യെ പുറത്താക്കി. അലൻ മാത്യു എന്ന് പറയുന്ന നേതാവിനെ പുറത്താക്കി എന്ന് പറയുന്നു. എന്താണെങ്കിലും അലൻ മാത്യു ഇപ്പോൾ ഒളിവിലാണ്. അതോ ഇനിയിപ്പം CPMൻ്റെ AKG സെൻറ്ററിലുണ്ടോ എന്നും അറിയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായിസ്റ്റുകളെല്ലാം പീഡന വീരന്മാരായി കഴിഞ്ഞാൽ പിന്നെ അതിന് അഭയം നൽകാനായിട്ട് AKG സെൻറ്ററിന് പൊക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമുക്കറിയാം, പഴയ AKG സെൻറ്ററെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ AKG സെൻറ്ററെല്ലാം പണിത് ഭയങ്കര ആകാശം മുട്ട എന്നുള്ള രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പീഡന വീരന്മാരൊക്കെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് താമസിക്കാനായിട്ടുള്ളൊരു ഇടം കൂടി കൊടുക്കേണ്ടത് കൊണ്ടായിരിക്കാം ചിലപ്പം AKG സെൻറ്ററിന് അങ്ങനെ വലിപ്പം കൂട്ടിയിരിക്കുന്നതെന്ന് സാധാരണ പൊതുസമൂഹം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം എന്തുകൊണ്ട് കാര്യമായിട്ട് ശബ്ദിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പ്രതിപക്ഷത്തിനും ഈ രാഹുൽ മാക്കൂട്ടത്തിനോടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു അസൂയ മൂത്ത ഒരു വൈരാഗ്യം.
അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി വളർന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഇവിടുത്തെ ഭരണകൂട ഭീകരതയായ പിണറായിസ്റ്റുകളെക്കാൾ ഉപരി കോൺഗ്രസിൻ്റെ തന്നെ ഉന്നത നേതൃത്വമായ സതീശനിസ്റ്റുകൾക്ക് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് മുൻപന്തിയിൽ ഇറങ്ങിയത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും കോൺഗ്രസിൻ്റെ തന്നെ ഈ സതീശനിസ്റ്റുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സതീശനിസ്റ്റുകൾ ഇവിടെ മൗനം പാലിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് ആ സംഭവത്തിന് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല, യാതൊരു ഗൗരവം കാണിച്ചിട്ടില്ല, എവിടെയും കാര്യമായിട്ട് പരാമർശിച്ചും കേട്ടിട്ടില്ല, എവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞ് ഈ സതീശനിസ്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ സതീശനിസ്റ്റുകൾ അധികം തുറക്കാത്തതുകൊണ്ട് മറ്റുള്ള വിഭാഗക്കാരാണെങ്കിൽ പോലും കാര്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന എല്ലാ പീഡന പരാതികളും മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ത്രീ സൗഹൃദപരമായിട്ടുണ്ടായിരുന്നതാണെന്നും അതൊന്നും ഈ പറയപ്പെട്ട പീഡനങ്ങളല്ല എന്നുള്ളത് കോടതി വളരെ ക്ലിയർ ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പൊതുസമൂഹത്തിലേക്ക് വിധിയിലൂടെ തന്നെ കോടതി ഉത്തരവുകളിലൂടെ തന്നെ വ്യക്തമാക്കി തന്നിരിക്കുമ്പോൾ പോലും കൂടെ വളരെ ഗൗരവമുള്ള വളരെ കൃത്യമായ തെളിവുകളും എവിഡൻസും സഹിതമുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള, അതായത് ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പല സന്ദർഭങ്ങളിൽ ബലമായിട്ട് അവരെ ആയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ അവർ ഗർഭിണിയാവുകയും ഗർഭചിത്രം നടത്തുകയും അതിനുശേഷം അവർ പോലീസിൽ അല്ലെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ജില്ലാ കളക്ടറും എസ് പിക്ക് ഫോർവേഡ് ചെയ്തിട്ട് എസ് പി അത് DYSPക്ക് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തിട്ട് മാസങ്ങളായിട്ട് യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാതെ വന്ന സാഹചര്യത്തിൽ അവർക്കിനി രക്ഷയില്ല, ജീവിതത്തിൽ സമൂഹത്തിൽ ആകെ നാണം കെട്ടു, ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇല്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും കോന്നി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുകയും ചെയ്ത സംഭവമാണ്. ഇത് കൃത്യമായ തെളിവുകളുള്ളൊരു കാര്യമാണ്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിനകത്ത് ആ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതി ഒളിവിലാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് ആരും എവിടെയും കാര്യമായിട്ട് പ്രതികരിച്ച് കാണുന്നില്ല, ശബ്ദിച്ച് കാണുന്നില്ല എന്നുള്ളയിടത്താണ് ഇവിടെ പിണറായിസ്റ്റുകളെ സംബന്ധിച്ച് നാം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഈ കേസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ മുക്കിക്കളയുക എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് സതീശനിസ്റ്റുകൾക്ക് ശബ്ദം ഉയരുന്നില്ല? രാഹുൽ മാക്കൂട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നില്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ഒരു ജീവാത്മാവും പരമാത്മാവും കോൺഗ്രസ് ആണ് എന്നുള്ള രീതിയിൽ അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാക്കൂട്ടം. ഇപ്പോഴും നിങ്ങൾ പാർട്ടിയിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കിയെങ്കിൽ പോലും കൂടെ ഈ നിമിഷം വരെയും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോ അതിലെ ഒരു പ്രവർത്തകർക്കോ ഒരു നേതാക്കന്മാർക്കോ വേണ്ടിയിട്ട് എതിരായിട്ടോ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു രീതിയിലും ഒരു മോശമായിട്ട് നിൽക്കാത്ത രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നിങ്ങൾ നടത്തിയിരിക്കുന്ന ആ ഒരു പ്രകമ്പനം അല്ലെ ആ ഒരു പ്രകടനത്തിൻ്റെ 10-1 ഈ CPMൻ്റെ ഇത്രയും വലിയൊരു നേതാവ് കാട്ടിക്കൂട്ടിയ ഈ ആഭാസത്തിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രാഹുൽ മാക്കൂട്ടത്തിനോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും വ്യക്തമാകുമല്ലേ. അത് തന്നെയല്ലേ ഇപ്പോൾ സതീശനിസ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ CPMൻ്റെ ഏറ്റവും സ്ത്രീ പീഡക സെക്ഷനിൽ ഉൾപ്പെട്ടിരുന്ന PK ശശിയെ ഇപ്പോൾ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെയല്ലേ. ഇതെല്ലാം പകൽ പോലെ വെളിച്ചമാകുകയല്ലേ, പൊതുസമൂഹത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമാകുകയല്ലേ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, കുട്ടികൾ സ്വർഗത്തിലിരുന്ന് കരയുന്നു, അമ്മ ഭൂമിയിലിരുന്ന് കരയുന്നു, ഇന്നിപ്പോൾ ഈ പത്തനംതിട്ടയിലെ അല്ലെങ്കിൽ ഈ റാന്നിയിലെ ഈ സ്ത്രീയുടെ കരച്ചിൽ ഈ മാധ്യമ ആരും കേട്ടില്ലേ? ശരിക്കും പറഞ്ഞില്ല, മാധ്യമരംഗത്തെ വൈറ്റാട്ടി എന്നൊക്കെ ഇരട്ടപ്പേര് വരെ നേടിയിട്ടുള്ള മാധ്യമപ്രവർത്തക അവാർഡൊക്കെ നേടിയിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയും അതുപോലെ തന്നെ ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സന്ദേശം മുഖ്യമന്ത്രിയുടെ ചായക്കോപ്പയിൽ പോലും പ്രചരിപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാരും ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കരച്ചിലിന് എന്തുകൊണ്ട് ഊന്നൽ നൽകുന്നില്ല? ആ സ്ത്രീ ഇപ്പോഴും അത്യാസന്ന നിലയിൽ റാന്നി മെഡിക്കൽ കോളേജിൽ കഴിയല്ലേ. അപ്പോൾ ഇത്തരം കാര്യത്തിനകത്തൊക്കെ നിങ്ങളുടെ ഇരട്ടത്താപ്പ്, നിങ്ങൾ ഏത് സ്ത്രീപക്ഷമാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ സ്ത്രീകളെ എടുത്തിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ സ്ത്രീ വിഷയം എടുത്തിട്ട് നിങ്ങൾ അലക്കുന്നു.
നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വളരെ മൗനം പാലിക്കുന്നു. ഇതാണോ നിങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തനം? ഇതിന് ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം എന്നല്ല പറയുന്നത്, മാമാപ്പണി എന്ന് തന്നെ നാടൻ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. ആ പണിയാണ് നിങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം പൊതുസമൂഹം ഒന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നന്ദി.